ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ. ആദ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്ന പേരിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് 1934. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് 1934. 1939 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച അവസരത്തിൽ അദ്ദേഹത്തിന് പകരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1939 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച അവസരത്തിൽ പകരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഭക്ഷ്യ കൃഷി വകുപ്പുകളുടെ ചുമതല ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഭക്ഷ്യ കൃഷി വകുപ്പുകളുടെ ചുമതല ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനായിരുന്നു. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. 1950 ജനുവരി 26 സ്വതന്ത്ര റിപ്പബ്ലിക്കായ ഭാരതത്തിന്റെ പ്രഥമ രാഷ്ട്രപതിയായി അദ്ദേഹം നിയമിതനായി. 1950 ജനുവരി 26 സ്വതന്ത്ര റിപ്പബ്ലിക്കായ ഭാരതത്തിന്റെ പ്രഥമ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമിതനായി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിച്ച വർഷം 1962. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിച്ച വർഷം 1962. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആർട്ടിക്കിൾ 356 പ്രകാരം 1959 ജൂലൈ 31 ആദ്യ കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആർട്ടിക്കിൾ 356 പ്രകാരം 1959 ജൂലൈ 31 ആദ്യ കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ച വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനും ഇദ്ദേഹമായിരുന്നു. ദേശ് എന്ന പേരിലുള്ള ഹിന്ദി വാരികയുടെ സ്ഥാപകനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ എന്നിവയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ എന്നിവയായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം രാഷ്ട്രപതിയായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഉപരാഷ്ട്രപതിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
ഇദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം നൽകി ഭാരതം ആദരിച്ചത് 1954. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിച്ചത് 1954. ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ വ്യക്തി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ വ്യക്തി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. തത്വജ്ഞാനികളിൽ രാജാവ്, ഇന്ത്യയുടെ ഫിലോസഫർ പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വജ്ഞാനികളിൽ രാജാവ്, ഇന്ത്യയുടെ ഫിലോസഫർ പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. 1962 ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നിവയാണ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ശേഷം പ്രസിഡന്റായത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ഭാരതത്തിൻ്റെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഭാരതത്തിൻ്റെ മൂന്നാമത്തെ രാഷ്ട്രപതി. മുസ്ലിം സമുദായത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. മുസ്ലിം സമുദായത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. 1963 രാഷ്ട്രം ഭാരതരത്നം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. 1963 രാഷ്ട്രം ഭാരതരത്നം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ബീഹാർ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. രാഷ്ട്രപതിയാക്കുന്നതിന് മുമ്പ് ബീഹാർ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ജാമിയ മില്ലിയ ദേശീയ ഉറുദു സർവകലാശാലയുടെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം. ജാമിയ മില്ലിയ ദേശീയ ഉറുദു സർവകലാശാലയുടെ സ്ഥാപകനായിരുന്നു ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി, രാജ്യസഭാംഗം ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി എന്നീ പ്രത്യേകതകൾ ഡോക്ടർ സക്കീർ ഹുസൈന് സ്വന്തമാണ്. ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി, രാജ്യസഭാംഗം ആയ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി എന്നീ പ്രത്യേകതകൾ ഡോക്ടർ സക്കീർ ഹുസൈന് സ്വന്തമാണ്. രാഷ്ട്രപതിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. രാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്തത് വി ഗിരി. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് വി ഗിരിയാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് വി ഗിരിയാണ്.
രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തിയാണ് വി ഗിരി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തിയാണ് വി ഗിരി. 1975 അദ്ദേഹത്തിന് രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിച്ചു. 1975 അദ്ദേഹത്തിന് രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ചു. കേരളത്തിന്റെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് വി ഗിരി. കേരളത്തിന്റെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് വി ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയാണ് വി ഗിരി. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ രാഷ്ട്രപതിയും വി ഗിരിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ച വേളയിൽ രാഷ്ട്രപതിയായിരുന്നത് വി ഗിരിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ച വേളയിൽ രാഷ്ട്രപതിയായിരുന്നത് വി ഗിരിയാണ്. ജോബ് ഫോർ മില്യൻസ് ആണ് വി ഗിരിയുടെ പ്രധാന കൃതി. ജോബ് ഫോർ മില്യൻസ് ആണ് വി ഗിരിയുടെ പ്രധാന കൃതി. അടുത്തത് ഡോക്ടർ എം ഹിദായത്തുള്ള. ഡോക്ടർ എം ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. രാഷ്ട്രപതിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇദ്ദേഹമാണ്. രാഷ്ട്രപതിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇദ്ദേഹമാണ്. വി ഗിരി പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുന്നതിനായി സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത് ഡോക്ടർ എം ഹിദായത്തുള്ളയാണ്. വി ഗിരി പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരിക്കുന്നതിനായി സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത് ഡോക്ടർ എം ഹിദായത്തുള്ളയാണ്. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. രാഷ്ട്രപതി സ്ഥാനം വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് ഡോക്ടർ എം ഹിദായത്തുള്ള. അടുത്തത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഉത്തരവിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഉത്തരവിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. രാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത് ബി.ഡി. ജെട്ടി. മൂന്നാമത്തെയും അവസാനത്തെയും ആക്ടിംഗ് പ്രസിഡന്റാണ് ബി.ഡി. ജെട്ടി. മൂന്നാമത്തെയും അവസാനത്തെയും ആക്ടിംഗ് പ്രസിഡന്റ്. 1977 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ഇദ്ദേഹമാണ്. 1977 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. അടുത്തത് നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെടുകയും പിന്നീട് വിജയിക്കുകയും ചെയ്ത രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പരാജയപ്പെടുകയും പിന്നീട് വിജയിക്കുകയും ചെയ്ത രാഷ്ട്രപതിയാണ് ഇദ്ദേഹം.
ലോകസഭ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. ലോകസഭ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭ സ്പീക്കർ, രാഷ്ട്രപതി തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭ സ്പീക്കർ, രാഷ്ട്രപതി തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. ബിരുദധാരി അല്ലാത്ത ആദ്യ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ബിരുദധാരി അല്ലാത്ത ആദ്യ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഇദ്ദേഹമാണ്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അടുത്തത് ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് സിഖുകാരനായ ആദ്യ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. സിഖുകാരനായ ആദ്യ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ഗവൺമെന്റ് അംഗീകരിച്ച തപാൽ ബിൽ ഒപ്പിടാതെ തിരിച്ചയച്ച് പ്രസിഡന്റിന്റെ പോക്കറ്റ് വീറ്റോ അധികാരം വിനിയോഗിച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ഗവൺമെന്റ് അംഗീകരിച്ച തപാൽ ബിൽ ഒപ്പിടാതെ തിരിച്ചയച്ച് പ്രസിഡന്റിന്റെ പോക്കറ്റ് വീറ്റോ അധികാരം വിനിയോഗിച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. സുവർണ ക്ഷേത്രത്തിൽ 1984 സൈന്യം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് ഇദ്ദേഹമാണ്. സുവർണ ക്ഷേത്രത്തിൽ 1984 സൈന്യം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും ഇദ്ദേഹമായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ്. ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നിവർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നിവർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏക്താ സ്ഥൽ. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏക്താ സ്ഥൽ. അടുത്തത് ആർ വെങ്കിട്ടരാമൻ. ആർ വെങ്കിട്ടരാമൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. ധനകാര്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. ധനകാര്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മലയാളിയായ വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയത് ആർ വെങ്കിട്ടരാമനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മലയാളിയായ വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയത് ആർ വെങ്കിട്ടരാമനാണ്. ചൈന സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. ചൈന സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയും ആർ വെങ്കിട്ടരാമനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. അടുത്തത് ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഗവർണറായിരുന്ന വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഗവർണറായിരുന്ന വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമി. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി. അടുത്തത് കെ ആർ നാരായണൻ. കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ എത്തിയ ഏക മലയാളിയാണ് കെ ആർ നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ എത്തിയ ഏക മലയാളിയാണ് കെ ആർ നാരായണൻ. തായ്ലൻഡ്, തുർക്കി, ചൈന എന്നിവിടങ്ങളിൽ ഇന്ത്യൻ അംബാസിഡറായിരുന്നു കെ ആർ നാരായണൻ. തായ്ലൻഡ്, തുർക്കി, ചൈന എന്നിവിടങ്ങളിൽ ഇന്ത്യൻ അംബാസിഡറായിരുന്നു കെ ആർ നാരായണൻ. 1978 ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച വ്യക്തിയാണ് കെ ആർ നാരായണൻ. 1978 ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് കെ ആർ നാരായണൻ.
ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് KR നാരായണൻ. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് KR നാരായണൻ. പ്രസിഡന്റ് പദവിയിലിരിക്കെ വോട്ടവകാശം വിനിയോഗിച്ച ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ രാഷ്ട്രപതിയായിരുന്നതും KR നാരായണനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ രാഷ്ട്രപതിയായിരുന്നതും KR നാരായണനാണ്. രാജ്യത്തിൻ്റെ മികച്ച നയതന്ത്രജ്ഞൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയാണ് KR നാരായണൻ. രാജ്യത്തിൻ്റെ മികച്ച നയതന്ത്രജ്ഞൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് KR നാരായണൻ. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മഹാത്മാഗാന്ധിയെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയാണ് KR നാരായണൻ. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മഹാത്മാഗാന്ധിയെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയാണ് KR നാരായണൻ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയ ഏക മലയാളി ഇദ്ദേഹമാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയ ഏക മലയാളി KR നാരായണനാണ്. ഇന്ത്യയുടെ പ്രഥമ വനിതയായ ആദ്യ വിദേശ വംശജ ആണ് KR നാരായണൻ്റെ ഭാര്യയായ ഉഷ നാരായണൻ. ബർമീസ് വംശജയായ ഇവരുടെ യഥാർത്ഥ പേര് മാ ടിൻ ടിൻ എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ വനിതയായ ആദ്യ വിദേശ വംശജയാണ് KR നാരായണൻ്റെ ഭാര്യയായ ഉഷ നാരായണൻ. ബർമീസ് വംശജയായ ഇവരുടെ യഥാർത്ഥ പേര് മാ ടിൻഡ് ടിൻഡ് എന്നാണ്. ബർമീസ് വംശജയായ ഇവരുടെ യഥാർത്ഥ പേര് മാ ടിൻഡ് ടിൻഡ് എന്നാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതിയും KR നാരായണനാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതിയും KR നാരായണനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ TN ശേഷനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ TN ശേഷനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. KR നാരായണൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഉദയഭൂമി. KR നാരായണൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഉദയഭൂമി. അടുത്തത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം രാഷ്ട്രപതി ആകുന്ന ആദ്യ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. രാഷ്ട്രപതിയാകുന്ന ആദ്യ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നിങ്ങനെ ഇദ്ദേഹം അറിയപ്പെടുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നിങ്ങനെ ഇദ്ദേഹം അറിയപ്പെടുന്നു. 1997 ഭാരതരത്നം നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. 1997 ഭാരതരത്നം നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ലക്ഷ്മി സെഹ്ഗാളിനെ പരാജയപ്പെടുത്തി. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ലക്ഷ്മി സെഹ്ഗാളിനെ ഇദ്ദേഹം പരാജയപ്പെടുത്തി. അവിവാഹിതനായ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അവിവാഹിതനായ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അന്തർവാഹിനി, യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. അന്തർവാഹിനി, യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ₹1 മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. ₹1 മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന വ്യക്തി കൂടിയാണ് APJ അബ്ദുൽ കലാം. സിയാച്ചിൻ മഞ്ഞുമലകൾ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റാണ് ഇദ്ദേഹം. സിയാച്ചിൻ മഞ്ഞുമലകൾ സന്ദർശിച്ച ആദ്യ പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം രാമേശ്വരത്തെ പേയ്ക്കരിമ്പ്. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം രാമേശ്വരത്തെ പേയ്ക്കരിമ്പ്. അടുത്തത് പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീൽ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് പ്രതിഭ പാട്ടീൽ. ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് പ്രതിഭ പാട്ടീൽ. ഉപരാഷ്ട്രപതി ആയിരുന്ന ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ. ഉപരാഷ്ട്രപതി ആയിരുന്ന ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെ പരാജയപ്പെടുത്തിയാണ് പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതിയായത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പദവി വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് പ്രതിഭ പാട്ടീൽ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പദവി വഹിച്ചിരുന്ന വനിത കൂടിയാണ് പ്രതിഭ പാട്ടീൽ. പദവിയിലിരിക്കെ ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയ രാഷ്ട്രപതി കൂടിയാണ് പ്രതിഭ പാട്ടീൽ.
പദവിയിലിരിക്കെ ഏറ്റവും കൂടുതൽ വിദേശയാത്രകൾ നടത്തിയ രാഷ്ട്രപതി കൂടിയാണ് പ്രതിഭ പാട്ടീൽ. അടുത്തത് പ്രണബ് കുമാർ മുഖർജി. പ്രണബ് കുമാർ മുഖർജി രാഷ്ട്രപതിയാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. രാഷ്ട്രപതിയാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. IMF, ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ അംഗമായിരുന്നു. IMF, ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ അംഗമായിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പ്രണബ് കുമാർ മുഖർജി. ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പ്രണബ് കുമാർ മുഖർജി. അടുത്തത് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ഇദ്ദേഹം മുൻ ബീഹാർ ഗവർണറായിരുന്നു. 1994 മുതൽ 2006 വരെ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 മുതൽ 2006 വരെ രാജ്യസഭാംഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.